ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാൻ സമയത്ത് വേറൊരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ നമുക്കൊക്കെ ഒരു സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. പോലീസിലെ വളരെ വാരീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത്. ഇവരുടെ കോംബോ, വിജയേട്ടന്റെയും ആസിഫയുടെ കോംബോ എന്ന് പറയുന്നത് ഹിറ്റ് കോംബോയാണ്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്താണോ അവരെ, അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി തെരഞ്ഞെടുത്താണോ? സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാക്കി സട്ടയൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പൊ ഇവിടെ ആയാലും ഇപ്പൊ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലറാണ്. അപ്പൊ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിലുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമിത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമിത ചേച്ചി കൂടെ കൂടിയിട്ട് 22 വർഷമായിട്ടുണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആയി. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം. സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും കൂടുതലായിരിക്കും ഫീൽ ചെയ്യാൻ. അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും. ഈ സിനിമയിലും അതിനൊരു പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം കൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ? ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കുംവെള്ളം എടുത്ത് പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുംവെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഇപ്പൊ രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുപോലെ എന്തൊരു റിലേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അല്ല, പേടിയില്ലപ്പാ, പേടിയില്ല. നമ്മളെ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും, അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാൻ സമയത്ത് വേറൊരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ നമുക്കൊക്കെ ഒരു സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസ് വരുന്ന സിനിമയാണ്. അത്തരം സിനിമ കൊണ്ട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ തന്നെയാണ് വിശ്വാസം. ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്. കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിംഗന്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്ന് പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഈ 5 മാസത്തിനുള്ളിൽ എത്ര വലിയ 100 crore 50 crore അവിടെ നിൽക്കട്ടെ, എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത്. മറ്റു ദേശത്തുള്ള ഇപ്പൊ ബീച്ചേട്ടൻ പറയുന്നത്, ബീച്ചേട്ടൻ മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മറ്റ് സിനിമയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവർ മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് കണ്ടന്റ് ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമോ, അത് വെൽക്കമിങ് ആണ് കേട്ടോ. ഒരു രീതിയിലും അത് വോൾഹാർട്ടഡ്ലി പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എപ്പോഴും 2 ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ, ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം 2 പേരും ഫേസ് വാല്യൂ ഉള്ള, 2 പേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയാ, അങ്ങനത്തെ 2 താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് 2 പേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും പൊട്ടൻഷ്യൽ, ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്കവിടെ സിനിമ ഇവർ 2 പേരും കണ്ടതാണ്. അത് ഒരാൾ മുകളിൽ ഒരാൾ താഴെ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നത്. ഈ പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വേണമെങ്കിൽ എഴുതാം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇപ്പൊ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയതും ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവർ മിഴിയകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാലും മുഴച്ചു എന്ന് പറയുന്ന പോലെ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പൊ വളരെ റിയലിസ്റ്റിക്, ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലൊക്കെ പോയി കോസ്റ്റ് പ്ലസ് GST എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് അതിനെടുത്താൽ ഒരു ലിറിസിസ്റ്റിന്റെ നടക്കും. അതല്ല, അതിന്റെ പാട്ട് ഒരുപക്ഷെ പാട്ടെഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ടെഴുത്തുകാരനാകണമെന്നുള്ളത്. അപ്പോൾ ഓഫ്കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എന്റെ സിനിമയുടെ മൂഡ് ഇതാണ്, ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ, അത് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ചെയ്യുന്നത്. കേക്ക് വന്ന പോലെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയാറില്ല. ജോയ് 30 വർഷം കൂടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ രംഗളവിലേക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ചോദിച്ചു. ഈ ജേർണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ഒന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്തതെന്നൊക്കെ ആയിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമ എന്ന് പറയാൻ കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗതാണെന്ന് അറിഞ്ഞു. പക്ഷെ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനെ 30 വർഷം കൂടുതലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമായിട്ട്